എൻ്റെ സംശയം ഒരുപാട് ആൾക്കാർക്കും വരും, ഇതിനകത്ത് എന്താണ്, എങ്ങനെയാണ് നിങ്ങൾ ഒരു പക്ഷെ ഒന്നുകൂടെ കണ്ടാൽ കുറെ കൂടെ നമുക്ക് മനസ്സിലാവും രണ്ടുപേരുണ്ടെന്നുള്ളത് അറിയാമല്ലോ. അല്ല, ഒന്നുകൂടെ നിങ്ങൾക്ക് നിങ്ങളെ പോലെ ട്വിൻസ്, ഐഡന്റിക്കൽ ട്വിൻസ് അല്ലാതെ മറ്റാർക്കും ചെയ്യാൻ പറ്റാത്ത ഒരു പ്രത്യേകതരം ആക്ടാണിത്. മുകേഷ് ചേട്ടൻ വെറുതെ അല്ല ഇത് രണ്ടാമത് കാണിക്കാൻ. ഞാൻ ചോദിച്ചു രണ്ടാമത് ഇനി നമ്മൾ കണ്ടോണ്ട് എന്താണ്, പക്ഷെ ഇപ്പൊ കുറച്ചുകൂടെ കൂടുതൽ ശ്രദ്ധിച്ചപ്പോഴാണ് ഇവർ ചെയ്ത ഭയങ്കര ഇത്ര ടഫായിട്ട് ഒരാൾ എങ്ങനെയൊക്കെ എനിക്ക് ഇപ്പോഴും കൺഫ്യൂഷൻ. അതായത് ഒരാള് ഇങ്ങനെ നോക്കുമ്പോ മറ്റേ ആളുടെ തല ഇങ്ങനെ, മിററിൽ എപ്പോഴും റിഫ്ലക്ഷൻ അങ്ങനെയല്ലേ വരുന്നത്. അപ്പൊ ഇപ്പുറത്തേക്ക് നോക്കുമ്പോ അയാൾ ഇങ്ങോട്ട് നോക്കണം അല്ലേ. എവിടുന്നാണ് ഈ ഐഡിയ കിട്ടിയത്, മിറർ ഡാൻസ് ഐഡിയ? ലച്ചു ഇങ്ങനെ വെറുതെ അലമാരയിൽ നിന്നിട്ട് വെറുതെ ഡാൻസ് കളിച്ചതാണ്. അപ്പൊ എന്നെ വിളിച്ചിട്ട് പറഞ്ഞേടി നീ ഞാൻ ചെയ്യുന്നതിന്റെ കൂട്ട് ഓപ്പോസിറ്റ് ഒന്ന് ചെയ്ത് കാണിക്കാമെന്ന് വെറുതെ പറഞ്ഞതാ. അപ്പൊ ഞാൻ വെറുതെ ചെയ്തപ്പോ കൊള്ളാലോ. നമ്മൾ ഇവിടെ നോക്കുമ്പോഴത്തേക്ക് മിററിനെ നോക്കുമ്പോഴത്തേക്ക് നാച്ചുറലി അത് മറഞ്ഞല്ലേ നിൽക്കത്തുള്ളൂ കൂടുതലും. ഇത് നല്ല വ്യക്തമായിട്ട് അവരുടെ ഡാൻസും അത് അവിടെയാണ് നമുക്ക് കൺഫ്യൂഷൻ വന്നത്. രണ്ടുപേര് തന്നെ അല്ലാതെ. എന്റെ പൊന്നു മോളെ എനിക്കൊന്നും മനസ്സിലായില്ല. ഇപ്പുറത്തൂടെ ഇത് നിങ്ങൾ യൂട്യൂബിൽ കൊച്ചു വന്നപ്പോ ഞാൻ ശരിക്കും കിളി പോയിരിക്കും. സത്യം, എന്റെ ഗുരുവായൂരപ്പനാണ് സത്യം. നമ്മുടെ DOP ശ്രീനി ചേട്ടൻ ഒരു ഗംഭീര കൈയടി കൊടുക്കണം കേട്ടോ. അദ്ദേഹമാണ് ഇത് ഇത്ര ഭംഗിയായിട്ട് സെറ്റ് ചെയ്തത്. ഓ കിടിലം കിടിലം മിറർ വർക്ക്. DOPക്ക് ഹാറ്റ്സ് ഓഫ്. കാരണം എന്താ അറിയോ, പിന്നെ എന്താ അതിന്റെ കാര്യം എന്ന് വെച്ചാലേ ആ മിററിന്റെ പ്ലേസ്മെന്റ് ഇങ്ങനെ ആയതുകൊണ്ടാണ് എനിക്കൊന്നും ഡൗട്ട് തോന്നിയേയില്ല. കാരണം ഇങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ നിൽക്കുന്ന ആളുടെ റിഫ്ലക്ഷൻ ഇപ്പുറത്ത് വരാമല്ലോ എന്നൊക്കെ ഭയങ്കര ബുദ്ധിപരമായിട്ട് ചിന്തിക്കുകയായിരുന്നു ഞാൻ ഇവിടെ ഇരുന്ന്. എല്ലാം ചീറ്റിപ്പോയി, ഒട്ടും ബുദ്ധിയില്ലെന്ന് എനിക്കിപ്പോ മനസ്സിലായി. അല്ല, എന്റെ ഒറ്റ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കണ്ണാടിയുടെ മുമ്പിൽ നിന്നൊരു ഡാൻസ് കളിക്കാൻ വേണ്ടി ഇവിടെ വരില്ലല്ലോ. അത് കറക്റ്റാ. എന്തെങ്കിലും അത്ഭുതപ്പെടുത്തുന്ന തരത്തിൽ എന്തെങ്കിലും കാണുമെന്ന് ചോദിച്ചാൽ ഇത്രയും പ്രതീക്ഷിച്ചില്ല. എന്തൊരു പെർഫെക്ഷനാ, രണ്ടുപേരുടെയും പെർഫെക്ഷൻ ആണ്. ഒരു ഹൊറർ സിനിമയുടെ ക്ലൈമാക്സിന് പറ്റിയ സത്യം കേട്ടോ, സത്യം ഒരു പേടിയൊക്കെ ഉണ്ട് ഇതിനകത്ത്. അത്ഭുതപ്പെട്ട് പേടിച്ചു. ഇതെന്താണ്, ഭയങ്കര സംഭവമായി പോയി, ഭയങ്കര ഫീലായി. മനോരമ മാക്സ് ഫ്രീ ആയിരിക്കുമ്പോൾ ഫ്രീ ആയി കാണാം. ഡൗൺലോഡ് നൗ.